ഭഗവാൻ പറയുന്നു, ഇപ്പോൾ കടന്നു പോകുന്ന സമയം പരീക്ഷണമല്ല, ശുദ്ധീകരണ കാലമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഭാരം ഉടൻ ഇറങ്ങും, ഒന്നും പേടിക്കണ്ട. സ്വാമി അയ്യപ്പൻ നിങ്ങൾ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാത്ത പല കാര്യങ്ങളും ഭഗവാൻ നേരത്തെ തന്നെ പരിഹരിച്ച് സംരക്ഷിക്കുന്നു. അതുപോലെ അടുത്ത മെസ്സേജ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ചിലരെ നീക്കുന്നതും ചിലരെ കൊണ്ടുവരുന്നതും സ്വാമി അയ്യപ്പൻ്റെ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് പോരാത്തവരെ സ്വാമി മാറ്റിക്കും. ഉള്ളിൽ സമ്മർദ്ദം നൽകാത്ത ശരിയായ ആളുകളെ ഭഗവാൻ കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുന്നു. അടുത്ത ഡിവൈൻ മെസ്സേജ് ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ മൗന പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കുന്നു എന്നാണ്. വാക്കുകളില്ലാതെ പറഞ്ഞ പ്രാർത്ഥനകൾ എല്ലാം ഭഗവാന്റെ ഹൃദയത്തിലെത്തുന്നു. അടുത്ത ഡിവൈൻ മെസ്സേജ് പറയുന്നത് ക്ഷമിക്കുവാനാണ്. ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം വേഗത്തിലെത്തും. ദേഷ്യം വിട്ടയക്കുന്നവരുടെ ജീവിതത്തിൽ സ്വാമി കൂടുതൽ വേഗത്തിൽ മാറ്റും. അടുത്ത ഡിവൈൻ മെസ്സേജ് പറയുന്നത്, നിങ്ങളുടെ മണ്ഡലകാല ഭക്തി ഭഗവാൻ അത്രയും വലിയ വിലയിൽ എടുത്തിട്ടുണ്ട്. ഓരോ ഉപവാസവും ഓരോ നിരോധനവും ഓരോ ശരണം വിളിയും ഭഗവാന്റെ അനുഗ്രഹമായി തിരിച്ചു തരും. താമസിച്ചാലും യോഗ്യമായ അനുഗ്രഹം ഉറപ്പായി എത്തും. അടുത്ത ഭഗവാൻ പറയുന്ന മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തും എന്നാണ്. പഴയ വേദനകളിൽ നിന്ന് ഉയർന്നു വരാൻ ഒളിഞ്ഞ ശക്തി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നിടത്തോളം ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. മണ്ഡലകാലം കഴിയും മുമ്പ് ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയും. അത് പുതിയ അവസരമോ പുതിയ ആശ്വാസമോ പുതിയ ദൈവാനുഗ്രഹമായോ വരും. അടുത്ത ഡിവൈൻ മെസ്സേജ് പറയുന്നത്, നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരം വഴിയിലാണ്. ശരണം പിടിച്ച് മുന്നോട്ട് പോകാനാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ തരുന്ന അടുത്ത ഡിവൈൻ മെസ്സേജ്, ഭഗവാനെ മുറുകെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ഉപാസനയും ചെയ്യുക എന്നതാണ്. അടുത്തത് ഭഗവാൻ പറയുന്ന മെസ്സേജ്, അയ്യപ്പ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അയ്യപ്പ ഭഗവാന്റെ പേരിൽ എള്ളുകിഴി കത്തിക്കുക. അപ്പോൾ ശനിദോഷം എല്ലാം മാറും എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. സ്വാമി ശരണമയ്യപ്പ.